എന്നോട് പറയുന്നത് എന്നോട് കല്യാണം എടാ ഫുൾ അച്ഛനാ ഫുൾ ചെലവ്. അതൊക്കെയാണ് അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ. അച്ഛൻ ചെയ്യും. കാര്യങ്ങളെല്ലാം അവന്റെയാ. കാര്യങ്ങളെല്ലാം അവന്റേതാ. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ താലി എടുത്ത് കൊടുക്കണം. സത്യമേ ഞാൻ പറയത്തുള്ളൂ. അച്ഛൻ പിന്നെ കഴിഞ്ഞാണോ ചോദിച്ച ഒരാള് അച്ഛൻ ഡൈ ആണോ അതോ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ വെളുത്തിരിക്കുന്ന കണ്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ വെളുത്തിരിക്കുന്ന എനിക്ക് ദൈവത്തിന്റെ വരം കിട്ടിയിട്ടുള്ള എന്നും കൊന്നും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ബൈ ബൈ, അടുത്ത വരവിൽ കാണാം. ഹലോ എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അങ്ങനെ നമ്മുടെ പ്രവീണളിയൻ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നീണ്ട ഒന്നേകാ വർഷത്തിന്റെ നീണ്ട ലീവിന് ശേഷം ചെങ്കടലിലേക്ക് പോവുകയാണ്. ആഴക്കടലിലേക്ക് അദ്ദേഹം പോകുന്ന പറഞ്ഞ് ഒറ്റ സുഹൃത്തും നൻപനുമായ കേടിയെത്തിയിട്ടുണ്ട്. എന്തു പറയുക, പ്രവീണളിയന് കടൽ യാത്രയിലേക്ക് വേണ്ടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു നീണ്ട 6 മാസത്തിന് ശേഷം ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം കരയും കടലും ആകാശവും മാത്രം അല്ലേ? കണ്ണാടി ചേക്കുന്നോണ്ട് ഇച്ചിരി മിക്സ് തരാമോ? അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം എന്താണ് അഭിപ്രായം. 2 വാക്ക് പ്രവീണിനെ പറ്റി പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. നിതിൻ പറഞ്ഞോളൂ. പുള്ളി കഴിഞ്ഞ 1.5 വർഷം ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ 6 മാസം കാണത്തുള്ളൂ. അത് ഞാൻ പോയിട്ട് പിന്നെയും വരും. 1.5 വർഷം കൊണ്ടായിരുന്നുകൊണ്ട് ശരിക്കും എന്തായാലും ഇത്തവണ മുമ്പ് മിസ് ചെയ്യും. അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പോയിട്ട് വരട്ടെ. ഹാപ്പി ആയിട്ട് പോയിട്ട് വീണ്ടും വരട്ടെ അല്ലേ? പ്രവീണന്റെ കഥകൾ ഇവിടുത്തെ കട്ടിലിനും മെത്തയ്ക്കും വരെയുണ്ട്. അതെ, ഇനി ആ കട്ടിലിൽ ഇനി ആര് കിടക്കും 6 മാസം കഴിയുന്നവരെ അല്ലേ? നമ്മുടെ പുതിയ മെത്ത വരെ എമാ മാട്രസ് വരെ പുള്ളിക്ക് ഓർഡർ ചെയ്തായിരുന്നു. പുള്ളി അതും കൊണ്ടുപോകുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. 6 മാസം കഴിഞ്ഞൂടെ തന്നെ വരുമല്ലോ. അതെ അതെ, പിന്നെ മിസ് ചെയ്യും. ഉടായ്പൊക്കെ കാണിച്ചോണ്ടിരുന്നല്ലേ, അപ്പൊ അത് മിസ് ചെയ്യും. സുബിനുണ്ണി രസമാണേലും അങ്ങനല്ല നമുക്കൊരു എൻജോയ്മെന്റ്. ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ ഇതുവരെ. അലമ്പാതുള്ള എൻജോയ്മെന്റ് മലയാളം ആലമ്പല്ലേ? അല്ലല്ല തെറ്റിപ്പോയത് എനിക്ക്. തിരിഞ്ഞു പോയതാണ് രണ്ടും. ക്ഷമിക്കണം. എന്തായാലും അണ്ണം പോയിട്ട് ഇങ്ങനെ വരുമല്ലോ, കുഴപ്പമില്ല. പെട്ടെന്ന് വരാൻ 6 മാസം പോയിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് വരും. 6 മാസം ഇല്ലേ? അല്ല, ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? എവിടെ അങ്ങോട്ട് പോകും? ബ്രസീൽ ജോലി അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. കടലിന്റെ അടുത്തല്ലേ? അങ്ങോട്ട് പോകുന്നുണ്ടോ? മുകളിലോട്ട് പോകുന്നുണ്ടോ? പുള്ളിക്ക് അതുകൊണ്ട് ഒരു ഭാഗ്യമുണ്ട്. എല്ലാം കാണാം, എല്ലാ കടലിലും പോകാൻ പുള്ളിക്ക്. കടലിൽ കൂടെ ഇടയ്ക്ക് കപ്പൽ അടിപ്പിക്കുമ്പോൾ കരയും കാണാം, വെള്ളം കാണാം. അപ്പം വേൾഡ് ട്രിപ്പിന് വേണ്ടി പുള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നുമ്പോൾ അണ്ണ എങ്ങനെയായിരിക്കും? വിഷം വരുമോ? ഉറങ്ങണമെന്നുള്ള വശം കൊണ്ടു. നമ്മളിപ്പോ അണ്ണ എപ്പോഴും ഇവിടെ കിടന്ന് ഉറങ്ങുമല്ലോ. ഈ കപ്പലിലൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ തിരമാല അടിക്കുമ്പോൾ അണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ചില സമയത്തുണ്ട്. ചില സമയത്ത് മെട്രസ് ആണെങ്കിൽ മാറത്തില്ല. അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ജോലിക്ക് കയറത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രവീണളിയും പോവാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ചരിത്രം പറഞ്ഞില്ലേ? അയ്യോ കേട്ടില്ല. വാ ചരിത്തിങ്ങ അതെ, എവിടെ പോവാ? ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നു. ഹാപ്പി ജേർണി പറഞ്ഞു വിടുക. പോട്ടെ. ഞാൻ നല്ലത് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ലത് ഞാൻ മാത്രമേ. നീ മാത്രം, ബാക്കി എല്ലാവരും വെള്ളം ഈ പോയിന്റ് എല്ലാം കുറെ പറയാനുണ്ടോ? എന്തായാലും കഴിഞ്ഞ 1.5 വർഷം നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ പ്രവീണളിയൻ എന്തായാലും നമ്മുടെ വേൾഡ് ട്രിപ്പിന് പുള്ളിയില്ല കേട്ടോ. ട്രിപ്പ് പോകുന്നുണ്ടല്ലോ. വരാമെന്ന് പറഞ്ഞു പുള്ളി. അവിടെ നിന്ന് എങ്ങോട്ടേലും പോവാന്ന് ഒരു വള്ളം എടുത്തങ്ങ് വരാമെന്ന് പറഞ്ഞു. പിന്നെ കൊച്ച് അടുത്ത ദിവസം നമ്മുടെ ആദർശും ശൈലയും വരുന്നുണ്ട്. അവരെ കാണാൻ പറ്റും. ഏകദേശം കുറേ വർഷം കണ്ടിട്ടില്ലേ അവര്? ആദർശം കണ്ട് ഒരാളല്ലേ. അപ്പോൾ പോയിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ കല്യാണം, വണ്ടി വീട് ഒക്കെ പണിയണം. അപ്പോൾ അതിനായിട്ട് പോകണം. പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾക്ക് വലിയ ട്രിപ്പുകൾ ഇടയ്ക്ക് നൽകുക അല്ലേ? അതെ. അപ്പോൾ എന്തായാലും പോയിട്ട് വരിക. പ്രവീണളിയൻ
കൈ തരൂ. ബേസിൽ യൂണിവേഴ്സിലേക്ക് വിട്ടില്ലേ അവിടുന്ന്? ബേസിൽ യൂണിവേഴ്സിലേക്ക് അപ്പോൾ പോയിട്ട് വാ. പിന്നെ നമുക്ക് ഇവിടെ നേരെ പോകേണ്ടത് എവിടെ അറിയാമോ? ഇനി പോകുന്ന കാണി. ഞാൻ മുന്നേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രവീണയിൽ വീട്ടിൽ പോയായിരുന്നു. ഞാൻ സുബിനിയുടെ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും കുറേ നല്ല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. എന്നിട്ട് പുള്ളി പോകുന്ന സമയത്ത് നമ്മൾ എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആണ് പ്രവീണിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. പ്രവീണിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അച്ഛാ, 2 വാക്ക് പ്രവീണിനെ പറ്റി പോലെ എന്തായാലും. പ്രവീണിനെ പറ്റി പറയാൻ നല്ലതേ ഉള്ളൂ. നിങ്ങളെല്ലാം നിങ്ങളുടെ ഈ പ്രസ്ഥാനം വളരെ നല്ലതായിട്ട് ഓടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നല്ല ബുദ്ധിമാന്മാരാ. പിന്നെ എൻ്റെ മോനെ പുകഴ്ത്തി പറയാന്ന് പറയരുത്. ഇച്ചിരി പൊടിക്ക് എൻ്റെ മോനാണ് ബുദ്ധി കൂടുതലുള്ളത്. അത് അവൻ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ പ്രയാസമൊക്കെ എനിക്ക് വരും. കാരണം അവൻ്റെ ബുദ്ധി അറിയും. ഇപ്പം ഇംഗ്ലീഷ് കുറച്ച് പറഞ്ഞു എന്ന് കേട്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, കർണാടകക്കാരൻ. അവൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇവിടെ 2 ഇംഗ്ലീഷിൽ നല്ല വാചകം എഴുതി അങ്ങോട്ട് അയച്ചേക്കാൻ പറഞ്ഞു. അവന് ഒരു കാര്യം ഇദ്ദേഹം എഴുതി, മൂർത്തി സാർ പിന്നെ എനിക്ക് വരാൻ പറ്റുന്നില്ല. കർണാടകക്കാരനാ, മലയാളത്തിൽ എഴുതി, മൂർത്തി സാർ എനിക്ക് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സാറിന്റെ മകന് എല്ലാ നന്മകളും നേരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചേടാ, ഇത് കർണാടകക്കാരന് എന്നാ പിന്നെ ഞാൻ എഴുതത്തില്ലായിരുന്നു ഇത്. പറഞ്ഞു, ഓ ഇത് ഇങ്ങനെ മതി. അല്ല, കർണാടകക്കാരനാണെന്ന് എന്നോട് പറഞ്ഞില്ല. അച്ഛൻ ഒരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ പറ്റുന്നില്ല, ബാംഗ്ലൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. കർണാടകക്കാരനാന്ന് പറഞ്ഞു. ബാംഗ്ലൂർ വെച്ചാണെന്ന് പറഞ്ഞു. ബാംഗ്ലൂരുകാരൻ ഒരുപാട് കല്യാണങ്ങൾ ബാംഗ്ലൂർ വെച്ച് നടക്കുന്നുണ്ടല്ലോ. വേണം ഇപ്പൊ കാണിക്കാം. മൊബൈൽ കിടപ്പുണ്ട്, ഇവൻ അയച്ച മെസ്സേജ്. അപ്പൊ ഞാൻ പറഞ്ഞ ബുദ്ധി ഇച്ചിരി കൂടുതലുണ്ട്. അത് അല്ല, ഇത് പറയാൻ കാരണം ഇവർക്ക് മനസ്സിലാത്തില്ല. കാരണം തൊട്ട് മുമ്പേ കുറച്ച് ഇംഗ്ലീഷ് മെസ്സേജ് വായിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ആ ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഓർമ്മ വന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത എന്തെങ്കിലും മറ്റെന്തെങ്കിലും? ഓ, മറ്റേതൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും. നിങ്ങളുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അല്ല, ഇവനെ പറ്റി പറ. നല്ലൊരു മോനെ ഇതുപോലെ ഇല്ല. പറഞ്ഞെന്ന് പറയിപ്പിക്കാൻ വേണ്ട. നല്ല മോനെ ഈ ജീവിതത്തിൽ പ്രവൃത്തി കാണിച്ചാൽ മതി. പറയണ്ട. ഒന്ന് വീട് പണിയുന്നു, ഒരു കാറ് മേടിക്കുന്നു. എന്താ പിന്നെ ഇല്ലയോ? എന്താ പറച്ചില്ലല്ലയോ? പറഞ്ഞല്ലോ, പ്രവൃത്തി വരുമ്പോഴേ ഉള്ളൂ. ഇനിയെല്ലാം ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ, ഇനിയും പറച്ചിലില്ല. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അമ്മച്ചിയോട് അമ്മ പറഞ്ഞു തരുന്നുണ്ട് നല്ല കാര്യങ്ങൾ. എനിക്ക് ഇത്രയൊക്കെ ഉള്ളു നല്ല കാര്യം അറിയാം പറയാൻ. നെഗറ്റീവാ. നല്ലതല്ല പറഞ്ഞത്. അല്ല, പറഞ്ഞത് നല്ലതില്ലല്ലോ. രണ്ടും നെഗറ്റീവാ പറഞ്ഞത്. അല്ല, നല്ലതില്ലല്ലോ ഞാൻ. ഇത് നല്ലതല്ലേ? ഇത് ഇല്ല, എന്ത് ഏത് നല്ലതേ ഇല്ല. പറഞ്ഞ ഏറ്റവും വലിയ നല്ലതാ. നല്ലത് ചെയ്യുമ്പോ നല്ലത് പറയാ. ഇത്ര നാൾ ഇവിടെ വീട്ടിൽ ഞാൻ ഒരു പ്രശ്നത്തിനും പോവാതെ ഫുൾ ടൈം വീട്ടിൽ ഇരുന്ന്, പിന്നെ നല്ലത് നിങ്ങൾ വന്നപ്പോ ഒരു നല്ലത് പറഞ്ഞില്ലേ? കാറിന്റെ പറഞ്ഞില്ലേ? അത് കാർ മേടിച്ച് കൂട്ടുകെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെ ശ്രീത്ത് വിളിക്കുമ്പോ മാത്രം. അച്ഛാ, പിന്നെ ഉറക്കം അങ്ങനെ ഉണ്ട് ഇപ്പം? ഇപ്പോഴും ഉറക്കത്തിന് ഒരു കുറവും. ദോശ ഇട്ട് അങ്ങോട്ട് മറിക്കണം. ഉറക്കത്തിന് യാതൊരു കുഴപ്പമില്ല. ശ്രീധത്തിന്റെ അവിടെ വരിക, അവിടുന്ന് വരിക, ഉറങ്ങുക. വേറെ കഴിയുമ്പോ വേറെ ഒരു പരിപാടിയില്ല. ഇപ്പൊ 9 മണിക്ക് എണീക്കുന്നുണ്ട് ജിമ്മിന്. എപ്പോ ഒരു ജിമ്മിൽ ഇന്ന് വന്നില്ല. അത് ആഴ്ച ഒരിക്കലും എടുത്തു. അതെന്താന്നറിയാം, ജിമ്മിൽ പോകുന്നത് ഈ മാസം ഒടുവിലാ പോകുന്നത്. അങ്ങേർക്ക് കാശ് കൊടുക്കാൻ വേണ്ടിട്ട് അച്ഛൻ തരും പറഞ്ഞു. മാസത്തിലെ 3 ദിവസമേ പോകത്തുള്ളൂ. 28, 29, 30 അയക്ക് ഫീസ് കൊടുക്കുക, പോരുക. പിന്നെ അടുത്ത 28-നാ പോകുന്നത്. ഈ അമ്മ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ പറയുന്നതെല്ലാം ഇവൻ അയക്ക് വാശി കൊടുക്കാനാ പോകുന്നതെന്ന് പറയുന്നത്. ഈ അമ്മയെ പറയുന്നത് ഇവിടെ വഴക്കാവോ? എനിക്കൊന്നും പറയാനില്ല. അല്ലമ്മ, ഇവൻ പോകുന്നതിന് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. അങ്ങനെ വേണ്ട, വിഷമം ഇവിടെ ഇരുന്ന് സഹിച്ചാലും നാളെ തന്നെ പോകാനാണ്. കോഴ്സുകളൊക്കെ പാസ്സാകാൻ നിൽക്കുവായിരുന്നു, അതെല്ലാം പാസ്സായി പോകുന്നു. ഒരു വിഷമമുണ്ട്, ഉത്സവം കൂടുന്നതിന് മുമ്പ് പോകുന്നതിൽ ഒരു വിഷമം. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. അതാക്കിയെടുത്തത് ഞാനൊന്നും നാളെ പോകണ്ട. ഏതോ
ഈ പറയത്തില്ലേ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്നാന്ന്, അതങ്ങനെ പറ്റി വന്ന എന്തോ എവിടെ നേർന്നെന്ന് അറിയത്തില്ല. അമ്മ പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ഇങ്ങനെ വരുന്ന ഉടനെ ഒന്നും പറയാൻ അറിയത്തില്ല. അത് കഴിയുന്ന ഉടനെ പറച്ചിൽ തുടങ്ങുന്നത്. ഇച്ചിരി കഴിയുന്ന ഉടനെ തൊട്ട് കയറി കഴിഞ്ഞ ആണ്ട അവൻ അവിടെ പോയി, ആണ്ട അത് ശ്രീജിത്തിന്റെ അടുത്തോട്ട് പോയി. എന്നെ ചൂടാക്കി വെച്ച് പറയാം. അവൻ വരുന്ന ഉടനെ ചോദിക്കണം, പറയണം. എന്നിട്ട് വേണ്ട കണ്ടില്ലേ, ഷൂട്ടിന് പോയിട്ട് രാത്രിയിലൊക്കെ വരാൻ നേരം ശ്രീജിത്തിന് ഇത് ഒരു പ്രശ്നമൊന്നും ഇല്ല. ഇവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം എന്തോ ഷൂട്ടാ വരുന്നുടനെ നല്ലത് പറയണം, നല്ലത് രണ്ടെണ്ണം പറയണം. ഞാനിങ്ങ് വരുന്നു നിങ്ങളോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, നല്ലത് രണ്ട് പറയാം. എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാഞ്ഞത്? മോനെ കാണുന്ന ഉടനെ വേറൊരു ഇരിപ്പ്. സത്യമല്ല, സത്യം സത്യമല്ലേ പറയുന്നത്? ഞാൻ കേൾക്കണം, ഞാൻ എന്നിട്ട് നേരെ കേൾക്കണം. എന്തായാലും സത്യങ്ങൾ പറയുന്നുണ്ട്. സത്യമേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ എന്തായാലും പോയിട്ട് നല്ല ഇനി എന്താ ഒരു 6 മാസം കഴിഞ്ഞു? 6 മാസം ചിലപ്പം എക്സ്റ്റെൻഡ് ആയ ഒരു 7-8. ഇനിയും വന്നു കഴിഞ്ഞാ ഇതിനൊന്നും അവൻ വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിച്ചു അവന് ഈ 1.5 വർഷം കൊണ്ട്. 1.5 വർഷം ഇവിടെ, ഒരു കൊല്ലം പരീക്ഷ പാസ്സായി. ഇനി കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളായില്ലേ, അപ്പൊ അന്നേരം തന്നെ ഓടും. വരുന്ന 6 മാസം നിക്കടാന്ന് പറഞ്ഞാൽ നിക്കത്തില്ല, അന്നേരം ഓടിക്കോളും. അടുത്ത വർഷം ഉണ്ടോ? അടുത്ത കൊല്ലം സെറ്റാകും. അപ്പൊ അടുത്ത തവണ വീട് പണി, കല്യാണം, എല്ലാം കൂടെ ഒന്നിച്ചു. ലോഡ് ഭയങ്കരവാ. ആർക്ക്? അച്ഛനല്ലോ. അല്ല, അവര് തന്നെ ലോഡ്. എനിക്കൊരു ലോഡും ഇല്ല, എല്ലാം സ്വന്തം കാര്യം. സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. എന്നോട് പറയുന്നത് കല്യാണം ഫുൾ അച്ഛനാ, ഫുൾ ചെലവ്. അതൊക്കെയാണ് അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ. അച്ഛൻ കാര്യങ്ങളെല്ലാം അവന്റേതാ. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ താലി എടുത്ത് കൊടുക്കണം. താലി എടുത്ത അങ്ങോട്ട് കൊടുത്ത മോനെ താണ്ട താലി കെട്ടിക്കൂ. അങ്ങനല്ല, അവൻ പറഞ്ഞ അങ്ങനല്ല. അച്ഛനാ ഫുൾ നോക്കുന്നു. പണം വാരി അറിയും. കാശ് ഇങ്ങോട്ട് തരുമ്പം ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോ ഞാൻ ചെയ്യും. കാശ് ഇങ്ങോട്ട് തരുമ്പോ വീട് പണി, പുതിയ കാറ്, കല്യാണം ആകുമ്പോഴത്തേക്ക് നല്ലതാവുമല്ലോ. ഉണ്ടാക്കണം. അതെല്ലാം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നോട്. വീടും കാറും എന്റെ. അപ്പൊ കല്യാണം ഫുള്ളാച്ച. കല്യാണം അച്ഛൻ ഒന്നും കേട്ടോ. എന്നാ ഞാനും കിട്ടിയേക്കണ്ട, ചെലവെടുക്കുന്ന ഞാനല്ലേ. അച്ഛൻ പിന്നെ കഴിഞ്ഞാണോ ചോദിച്ച ഒരാള്, അച്ഛൻ ഡൈ ആണോ അതോ അല്ലാതെ? അവിടെ ഇവിടെയൊക്കെ വെളുത്തിരിക്കുന്ന കണ്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ വെളുത്തിരിക്കുന്ന എനിക്ക് ദൈവത്തിന്റെ വരം കിട്ടിയിട്ടുള്ള എന്നും കൊന്നും ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ പട്ടാള സുഹൃത്തുക്കൾ തന്നെ ചോദിക്കുന്നു, എടാ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ അന്ന് കണ്ടപ്പോഴും ഇന്ന് കണ്ടപ്പോഴും ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇനി കാണാൻ പോയപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. സത്യം മാത്രം പറഞ്ഞു. സത്യം മാത്രമേ പറയാം. കറക്റ്റായിട്ട് ശകലം പോലും പുറത്തൊന്നും നോക്കണ്ട. അവിടെ ഇവിടെ വെളുത്തിരിപ്പുണ്ട്. അത് പ്രായമായതിന്റെ അല്ലേ? പ്രായമാകുമ്പോ വെളുത്ത് വരത്തില്ല. അതാ പറഞ്ഞത്. അപ്പം കല്യാണം ചില ഫുൾ അച്ഛനായിട്ടോ. അപ്പൊ ഓക്കെ ആയിക്കോട്ടെ. പിന്നെ നിർബന്ധിക്കാന്ന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ അല്ലേ, മേടിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നുമില്ല, ചെലവില്ല, ഫ്രീ കല്യാണം. പെണ്ണിനെ കണ്ട അവൻ തന്നെ കാണണം. അവൻ തന്നെ കാണണം, കണ്ടേച്ച് പറയും. അതല്ല അവന്റേത്. അവൻ തന്നെ ഒരാളെ കൊണ്ടുവന്നാലും കൊണ്ടുവരുന്ന അതല്ല, കുളം കണ്ടില്ലേ? ഇവിടുന്ന് ഒരു ഓട്ട് പൊടിയാ എല്ലാം കുളം. അതല്ലല്ലോ, കൊണ്ടുവരുന്നല്ല, കണ്ടെത്തിയ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. കേട്ടല്ലോ. പക്ഷെ അയാളെ കൊണ്ടുവന്ന
അല്ല കൊണ്ടുവരല്ല, ആലോചന നീ എന്തോന്നാടാ നീ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി ക്യാമറ പൊക്കി കെട്ടുന്നത്? അല്ല ആലോചന വന്നാൽ ആലോചന വരുമ്പോ അല്ല അവനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? അപ്പൊ ആലോചനയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അല്ല അവനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ 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 പക്ഷെ ആരെങ്കിലും അത് കഴിഞ്ഞ് നോക്കും നമ്മള്. അത് നോക്കും വേറെ അത് കഴിഞ്ഞുള്ള കാര്യം വേറെ പിന്നീട്. എന്തായാലും പോകുന്നതിന് അച്ഛനും അമ്മയ്ക്ക് വിഷമമുണ്ട് നല്ലവരെ. അച്ഛന് പ്രത്യേകിച്ചുണ്ട് വിഷമം. ഓ എനിക്ക് അങ്ങനെ ഞാൻ ഇതിന് പറഞ്ഞ ഫ്ലോയ്ക്ക് പറഞ്ഞ. അപ്പം അമ്മ വേറെ എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല മോനെ. അപ്പൊ ഇനി 6 മാസം കഴിഞ്ഞിട്ട് വരുമ്പം കല്യാണം. അപ്പൊ ഇത് എപ്പോഴാ വിടുന്നത്? പോയി കഴിഞ്ഞിട്ട് വിട്ടാ മതി കേട്ടോ. ഇത് പോയി കഴിഞ്ഞാൽ ഇവിടത്തില്ല അച്ഛാ. കല്യാണം, കാറ്, വീട് വീട് പിന്നെ പോരെ കല്യാണം. കാറല്ലേ മെയിൻ. എനിക്കൊരു സംശയം, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എപ്പോഴാ കല്യാണം? അതാ ഞാൻ അലയിക്കുന്നത്. അത് എല്ലാരും കൂടി വീട് കഴിഞ്ഞോണ വന്നപ്പോഴേ ഞാൻ സമയം വേണ്ടേ ഇതെല്ലാം കൂടെ ചെയ്യാൻ? അന്നേരം അച്ഛൻ സമ്മതിച്ചില്ല. ഈ വീടിന് എന്താ കുഴപ്പം? എന്തോ കുഴപ്പം എനിക്കോ അതാ അവന്റെ കാഴ്ചപ്പാടല്ലേ എന്റെ കാഴ്ചപ്പാട്. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ എപ്പിസോഡായിട്ട് എടുക്കാം. കൂടി പോകും. അപ്പൊ ഇത്രയും മതി മതി. ഞങ്ങള് പിന്നെ നമുക്ക് നിർത്താം. അല്ല പോകാതെ തരാം. പോകുന്ന സംഭവം കാണിക്കണ്ടേ? അപ്പൊ അല്ല പോകുന്ന അല്ല അതിന് പോകാൻ മെസ്സേജ് വന്നത് കാണിച്ചില്ലേ? അല്ല ഇനി അടുത്ത വീക്ക് അന്ന് ഞാൻ വരാം. 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ 2 ദിവസം ഇനി എന്നാ പോകുന്ന ഫെബ്രുവരിയിൽ. പെട്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നതാണ്. കുറച്ച് ഇമോഷൻ അച്ഛൻ കരയുന്നതൊക്കെ എടുക്കാം. ഞാൻ കരഞ്ഞിട്ട് നിങ്ങള് ഇട്ടു. ഓക്കെ. അമ്മച്ചി ചിലപ്പോ കരഞ്ഞേക്കും. അച്ഛൻ കരഞ്ഞിട്ട് അതൊന്നും നിങ്ങള് ഇതിനകത്തിടാന്ന് വിചാരിക്കണ്ട. ശരി, ഞങ്ങൾ എപ്പിസോഡ് കൂടുന്നു. ശരി, ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ അപ്പൊ കാണാം. ബൈ ബൈ, അടുത്ത വരെ കാണാം. ഓക്കെ ശരി എന്നാ പോയിട്ടോ. ഓക്കെ. ഇത്ര നാളിവിടെ നിൽക്കുമ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ എന്താ വണ്ടി ഓടിച്ചിട്ട്